ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ വരാനാണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാൻ ശ്രമിക്കുക. Seven of Pentacles, Queen of Swords, Seven of Swords, the World, King of Cups, Eight of Swords. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത എനർജീസാണ് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തോ ഒരു മറയുള്ളതുപോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്ര ഓപ്പൺ അല്ല. ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ വ്യക്തിയല്ല, ഇതിനകത്ത് എന്തോ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ്ലി കാര്യങ്ങളൊന്നും പറയാതെ ഒഴിഞ്ഞു മാറി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു പോയിന്റിൽ കൊണ്ട് നിർത്തുക, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ്ങിൽ വയ്ക്കുക, ഇങ്ങനെയുള്ള പല രീതിയിലും പോകുന്നുണ്ടാവാം. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ഫുൾഫിൽമെൻറ്റ് തന്നിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ടും എന്ന് കരുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഹൈഡിങ് എനർജി ഒന്നും ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ചൊരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ചിലവർ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റക്നെസ്സിലായിരിക്കാം, പോസ്റ്റിലായിരിക്കാം, ചിലർ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ പിക്ചറിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി കുറേ കൂടി കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു പ്ലാനിങ് എന്താണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി കിട്ടുമ്പോഴേ നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു എനർജി വളരെ കാര്യമായിട്ട് തന്നെ കാണാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ശരിയല്ല, കള്ളത്തരമുണ്ട്, സത്യം മറച്ചു വെച്ചിട്ടുണ്ട്, ഹൈഡിങ് ഉണ്ട് എന്നുള്ളതൊക്കെ ചില പോയിന്റ്സൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അത് ഇവരായിട്ട് തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇവർ ഭാവിക്കുന്നത് എന്നുള്ളതും കൂടി അറിയാനായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു സ്റ്റക്നെസ് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഹോണസ്റ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥയല്ല. ചിലപ്പോൾ ഒരു സ്നേഹവും ഇഷ്ടമുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നൊന്നും പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ മേൽ കുറ്റം പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം വെറുതെ ആണെന്ന് പറയുന്നുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തൃപ്തിക്കുറവ് നമുക്ക് പൊതുവെ കാണാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് ഓപ്പണായിട്ട് പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് സമാധാനിപ്പിച്ചാലായിരിക്കും നിങ്ങൾക്കൊരാശ്വാസം കിട്ടുക, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല.
ഈ ഒരു പേഴ്സൺ മൂലം എന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിളാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ലൈഫിൽ കാണാറുണ്ട്. അതായത് ഒരു ആവശ്യമില്ല എന്നുണ്ടെങ്കിലും വെറുതെ എന്തെങ്കിലും കള്ളത്തരം പറയും, അല്ലെങ്കിൽ ഒരു നിഗൂഢ സ്വഭാവം ഉണ്ടാക്കി വെക്കും. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ പോകേണ്ട ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇവരുടെ ഒരു അതിബുദ്ധി കാരണമോ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 10 നുണ പുറകെ പറയേണ്ടി വരും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയും കൂടി കണ്ടതുകൊണ്ട് അത് പറഞ്ഞതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. ഈ പേഴ്സൺ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഒരു പ്ലാൻ? നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പലതും ഓപ്പണായിട്ട് പറയുമോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്നസിൽ തന്നെ തുടരണോ? എന്താണ് ഇവരുടെ മനസ്സിൽ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് നോക്കാം. Sun, 10 of Cups, the Empress, Seven of Wands, Judgment, 3 of Swords, 8 of Cups, 8 of Swords, 2 of Wands, Justice, the Hierophant, 8 of Wands, Hanged Man, Emperor, 9 of Wands, 2 of Swords, Page of Cups, the Star. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ളൊരു ആഭിമുഖ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള എനർജീസ് സൺ, 10 ഓഫ് കപ്സ്, എംപ്രസ് ഒക്കെയാണ്. അതായത് അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഒരു സന്തോഷം തരുന്നൊരു ഘടകമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സൺ അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നല്ല രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കാം, ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സമയങ്ങളിൽ കൂടെ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ചൊരു ഹൈഡിങ് ഉണ്ട്. സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതാണ്, എല്ലാം അവർ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുന്നതായിരിക്കാം ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആരെയും വേദനിപ്പിച്ചോ ഒന്നും നേടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികളെ നമുക്ക് കാണാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മാത്രം
നടന്ന് മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപക്ഷേ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ പലരുടെയും റിലേഷൻഷിപ്പിൽ പല ആളുകളായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വരുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഫാമിലി വരാം, ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് ആയിട്ടുള്ള വ്യക്തികൾ വരാറുണ്ട്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലേസിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു എനർജിയെയും വേദനിപ്പിച്ച് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതാണ് ഇവരുടെ മെയിൻ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കി വിടാൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത്. ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഒരു റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം ഇവർക്ക് അതിന് ഉത്തരവില്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു എത്തിക്സ് ഉള്ള പരിപാടിയായിട്ട് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും ഈ ഒരു പേഴ്സണ് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടി ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് അത് ഒഴിവാക്കി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. മാത്രമല്ല ഇവർ ഒരുപാട് കോൺസിക്വൻസസിനെ ഭയക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഒരു അവസ്ഥയിലാവോ, മൊത്തത്തിൽ തകർന്നു പോവോ, ഒരുപാട് വേദനിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് പോവോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻ ഓഫ് വൺസ്, ഈ ഒരു ഡിസ്റ്റൻസ് ഈ പേഴ്സൺ ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, അല്ല ഓൺ ആൻഡ് ഓഫ് ആണ്, പല കാര്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് തന്നെ അവരത് പർപ്പസ്ഫുള്ളി ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങളോടും കൂടുതലായിട്ടൊന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല, എന്നാൽ നിങ്ങളെയും പൂർണ്ണമായിട്ട് വെറുപ്പിക്കാൻ സാധിക്കുന്നു, പക്ഷെ അതും അവരെ കൊണ്ട് പറ്റില്ല. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഭയം ഇവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്ത് പോവില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു വാഗ്ദാനമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് നിറവേറ്റാൻ പറ്റാത്തത് കൂടി കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ച് മറ്റൊരു കാര്യം ചൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഈ ഒരു പേഴ്സണെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ തീർച്ചയായിട്ടും സ്റ്റക്കായിപ്പോവും. എന്തെങ്കിലും കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ട് അവർക്ക് പുറത്തേക്ക് വരാനും സാധിക്കുന്നില്ല. അവർക്ക് അവിടെ ആ ഒരു സ്റ്റക്നെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നമ്മൾ സിറ്റുവേഷൻ നോക്കിയപ്പോൾ അവിടെയും ഇതേ ഒരു സെയിം പാറ്റേൺ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞാണ്. ഈ ഒരു സെയിം എനർജി നമുക്ക് അവിടെയും വന്നതാണ്. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൂർണ്ണമായിട്ട് വേണ്ട എന്ന് വെച്ച് മറ്റൊരു മാത്രം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് വരെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വേണ്ടത്, അല്ലെങ്കിൽ വളരെ ഫെയർ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത് കാണാം. ഒട്ടും ഒരു എന്താ പറയുക, കൂടുതലും അല്ല കുറവല്ല, വളരെ എത്തിക്കലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ ഒരു പേഴ്സണിന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് നിങ്ങളുടെ ആ ഒരു പെയറിങ് പോലും വളരെ അക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു എംപറർ ആൻഡ് എംപ്രസ് എനർജീസ് കയറി വന്നിട്ടുണ്ട്. ആ ഒരു DF-DM ടൈപ്പ് ഓഫ് എനർജീസാണ്. ആ ഒരു മെസ്കുലിൻ ഫെമിനിൻ ബോണ്ടിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ട് പിരിഞ്ഞൊന്നും പോകാൻ ഈ ഒരു പേഴ്സൺ ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ അവിടെ നമ്മൾ കണ്ടാണ് നിങ്ങൾ കുറച്ചൊരു സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹോണസ്റ്റ് ആയിട്ട് അറിയണം, നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതും ഒക്കെ ഈ ഒരു വ്യക്തിയെ കുറേയധികം ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എനർജീസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ആരുടെയൊക്കെയോ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നല്ലതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അതിനൊപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പരാതി. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ഔട്ട്ലുക്കിൽ അവർ ഒരു കാര്യങ്ങളും ബാലിശമായിട്ട് ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ആ ഒരു ഐഡിയോളജി തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസം വന്നിട്ടുണ്ടാവാം ഇതിനോടകം തന്നെ.
അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കളയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്ത് മാറി നിൽക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയും, ഓക്കെ എന്നാൽ ശരി, ഇനി ഞാനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല, എനിക്കിത് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ തകർന്നു പോകും. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പം നമ്മൾ ഇവിടെ ആദ്യമേ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഈ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ നിങ്ങൾ പോയിക്കോട്ടെ, തേർഡ് പാർട്ടി മതി എന്ന് ചിന്തിക്കാനും ഇവരെ കൊണ്ട് പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ ഈ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണം, അവർ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിലതുകൊണ്ട്, അവരതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ അതിൽ ആക്ഷൻ എടുക്കണം എന്നറിയില്ല. ആ ഒരു സ്റ്റക്നെസ് ഈ പേഴ്സണ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഇൻഡിസിഷൻ എനർജി. നിങ്ങളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണം, ഒക്കെ ശരി തന്നെ. പക്ഷെ എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്? നിങ്ങളോട് ഇനിയിപ്പോൾ സത്യങ്ങൾ തുറന്ന് പറയണോ, എല്ലാം അവരുടെ മനസ്സിലുള്ളത് അതേപടി പറയണോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാലും അവർക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും റീകൺസിലേഷൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മൈൻഡ് വളരെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇപ്പോൾ കുറച്ച് ഏജ് വൈസ് മെച്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സ് ചിലപ്പോൾ കുട്ടികളുടെ പോലെ ആയിട്ടുണ്ടാവും. അതായത് വളരെയധികം തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ബാല്യകാലത്തിലൊക്കെ കുറച്ചും കൂടി ഒരു ട്രോമ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ തോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ സ്വയമേ ഫീൽ ചെയ്തേക്കാം. എൻ്റെ ഒപ്പം ആരുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ശക്തമായിട്ട് ഉണ്ടായേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണം. ആ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സണുണ്ട്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഇവരിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കൂടിയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതും കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എല്ലാവരും വളരെ സന്തോഷമായിട്ട് നന്നായിട്ട് പോട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും. കാരണം ഉള്ളിൽ അത്രയും ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു മനസ്സിൽ ഒരു സ്റ്റക്നെസ്സിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഹൗ ടു റിയാക്ട് എന്ന് പറയുന്ന പോലെ അത് മാത്രം അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു സഭാകമ്പം ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 19, നമ്പർ 3, നമ്പർ 20, നമ്പർ 8, നമ്പർ 4, നമ്പർ 5, നമ്പർ 11, നമ്പർ 12 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, ഏരീസ്, ലിയോ, ടോറസ് ആൻഡ് അക്വേറിയസ്, ലീബ്ര. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്, സ്ട്രോങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്പ്രെഡിൽ ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമില്ലായ്മയോ അല്ലാന്നുണ്ടെങ്കിൽ താല്പര്യമില്ലായ്മയോ അല്ല, മറിച്ച് മറ്റൊരു കാര്യത്തിൽ ഇവർ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മയാണ് എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.